ഒരാൾ ബെഡ്റണ്ണായി കിടന്നാൽ, ഒരാൾ കിടപ്പിലായി കഴിഞ്ഞാൽ അയാൾക്കൊപ്പമാണ് വേറൊരാൾ കൂടി ഒരു മുറിയിൽ പൂട്ടപ്പെടുന്നത് എന്നുള്ളതാണ്. ഈ പ്രായമാകുമ്പോൾ നമ്മളൊക്കെ ഭയപ്പെടുന്ന ഒരു സംഭവമുണ്ട്, നമ്മുടെ ശരീരം ക്ഷയിക്കും എന്നുള്ളതാണ്, ആരോഗ്യം നമുക്കുണ്ടാവില്ല എന്നുള്ളത്. ചിലപ്പോൾ നമ്മൾ കിടന്നു പോകും. അപ്പോൾ ഈ കിടപ്പിലായി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും, നമ്മളൊരു ജീവച്ഛവമാവുക എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ അവിടെ നമുക്ക് നമ്മളെ സഹായിക്കാൻ ഒരാൾ വേണ്ടി വരും. ഇപ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛൻ അൽഷിമേഴ്സ് പേഷ്യൻ്റാണ്. അദ്ദേഹത്തിന് ഒരു 4th സ്റ്റേജൊക്കെയാണ്. അപ്പോൾ ഫുൾ ബെഡ് റിഡനാണ്. ആരെയും തിരിച്ചറിയുന്നില്ല. എന്തെങ്കിലും ഒന്ന് ആവശ്യപ്പെടാൻ, ഭക്ഷണം വേണമെന്ന് പോലും ആവശ്യപ്പെടാൻ പറ്റില്ല. നമ്മൾ സമയാസമയങ്ങളിൽ ഭക്ഷണം വേണമെന്ന് നമുക്ക് തോന്നുന്നൊരു സമയത്ത് ഭക്ഷണം കൊടുക്കുന്നു. ഫുൾ ടൈം അദ്ദേഹത്തിൻ്റെ മലമൂത്ര വിസർജനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് ഒന്ന് മറിഞ്ഞു വീഴുന്നുണ്ടോ, തിരിച്ചു കിടത്തണം, അങ്ങനെ ഫുൾ ടൈം ഒരാൾ കൂടെ നിൽക്കണം. അപ്പോൾ എൻ്റെ അമ്മയാണ് കൂടെ നിൽക്കുക. അപ്പോൾ അമ്മ കൂടെ നിൽക്കുന്ന സമയത്ത് അമ്മയെ സംബന്ധിച്ച് അമ്മയുടെ കല്യാണങ്ങൾ, അമ്മയുടെ ബന്ധുക്കളുടെ വീട്ടിലുള്ള കല്യാണങ്ങൾ, നാട്ടിലെ പരിപാടികൾ, ഇതെല്ലാം മിസ്സിംഗ് ആണ്. യഥാർത്ഥത്തിൽ അങ്ങനെ കിടപ്പ് രോഗികൾ അവരെ സഹായിക്കാനുള്ളൊരു പദ്ധതി നമ്മുടെ നാട്ടിലുണ്ടാകും. ഇപ്പോൾ എൻ്റെ അച്ഛൻ്റെ കൂടെ അമ്മയുണ്ടെന്ന് പറയുന്ന പോലെ എല്ലാവർക്കും അങ്ങനെ ഒരു ആളുണ്ടായിക്കൊള്ളണമെന്നില്ല. മക്കളൊക്കെ വിദേശത്ത് ജോലിക്ക് പോകുന്നവർ, പല തിരക്കുള്ള ആളുകൾ, ഒക്കെ അവരൊക്കെ വീട്ടിൽ എന്ത് ചെയ്യും? അവരൊക്കെ കൊന്നുകളയുന്ന സാഹചര്യം പോലും നമ്മുടെ നാട്ടിൽ നമ്മൾ വാർത്തകൾ കേൾക്കുന്നുണ്ട്. അപ്പം ഈ കിടപ്പ് രോഗികളെ ശുശ്രൂഷിക്കാനുള്ള, കിടപ്പ് രോഗികളെ പരിചരിക്കാനുള്ളൊരു സംവിധാനം ഈ വയോജന സൗഹൃദമാവുക എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയായി തന്നെ വരേണ്ട ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്.